ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് മിനി പിസ്സ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പിസ്സയുടെ മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിസ്സ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ബട്ടറോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്ത് ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട്. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇതൊരു 5-6 മിനിറ്റ് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നനവുള്ള ഒരു തുണി കൊണ്ട് മൂടി വെച്ചാൽ മതിയാവും. 1 മണിക്കൂറിന് ശേഷം ഇപ്പോൾ നമ്മുടെ മാവ് നല്ല ഡബിൾ സൈസിൽ വന്നിട്ടുണ്ട്. ഇതിനി ഒരു 5-6 മിനിറ്റ് വീണ്ടും നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഞാനിതിവിടെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനി ഒന്ന് പരത്തിയെടുക്കാം. 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഒരുപാട് നേരിയതാക്കണ്ട. ഇനി ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കട്ടറോ മറ്റോ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഒരേ ഷേപ്പിൽ. ബാക്കിയിരിക്കുന്ന മാവും ഇതേപോലെ തന്നെ കുഴച്ച് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. 10-12 മിനി പിസ്സ നമുക്ക് ഈ ഒരു കണക്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു തിക്നെസ് ഉണ്ടാവണം കേട്ടോ നമ്മൾ ചെയ്തു വരുമ്പോൾ. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണയൊന്നും ഒഴിക്കാണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഒരു പാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പിസ്സ ബേസ് നമുക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഇനി പിസ്സ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് മൊസറെല്ല ചീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ സോസേജസ് കൂടി ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സോസേജസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചീസ് കൂടി വെച്ച് കൊടുക്കാം.
ചീസും വെജിറ്റബിൾസും സോസേജസും എല്ലാം വെച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മിനി പിസ്സ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ മിനി പിസ്സാസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെക്കാം. അപ്പോഴേക്കും ചീസ് നല്ല മെൽറ്റായി വന്നിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളിത് മൈക്രോവേവിലാണ് ചെയ്യുന്നതെങ്കിൽ 2 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ മിനി പിസ്സാസ് റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിനി പിസ്സാസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചീസെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് പറയാം. അപ്പോൾ ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.